ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായിദേവായ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. നമ്മുടെ സനാതന കഥാമൃതത്തിന്റെ 60-ാമത്തെ ഭാഗവും ഭാഗവത കഥയുടെ 32-ാമത്തെ ഭാഗവുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ജന്മാദ്യസ്യ യതോശ്ചയാദിതരസസ്സാർത്ഥേഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാ ഭവതു മേ. ഭഗവൻ കൃഷ്ണേ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി ഓം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ പറഞ്ഞു നിർത്തിയത് കാളിയമർദ്ദനം. കാളിയമർദ്ദനം കഴിഞ്ഞിട്ട് ഭഗവാൻ കാളിയനോട് പറഞ്ഞു, നീ വിഷാംശമൊക്കെ എടുത്ത് ഈ നദി ശുദ്ധീകരിച്ചിട്ട് രമണീയകമെന്ന നിന്റെ രമണകം എന്ന ദ്വീപിലേക്ക്, അവിടെയാണ് വസിച്ചിരുന്നത്, അവിടേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങളോടുകൂടി കാളിയനും പത്നി പുത്ര സമേതനായിട്ട് രമണകത്തിലേക്ക് പോയി. അപ്പൊ പരീക്ഷിത്ത് മഹാരാജ് ചോദിച്ചു, നാഗനിലയമാണ്, നാഗന്മാരുടെ വാസസ്ഥാനമാണ് രമണകം. ആ സമുദ്രത്തിന്റെ നടുവിലുള്ള ഒരു ദ്വീപാണത്. എന്തിനാണ് രമണകം കാളിയൻ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ശുഗൻ പറഞ്ഞു, മാസം തോറും ഗരുഡന്റെ ആഹാരമാണല്ലോ സർപ്പങ്ങള്, നാഗങ്ങളൊക്കെ. അപ്പം കണ്ടമാനം സർപ്പങ്ങളെ കൊന്നതില്ലാതെ ഇരിക്കുവാനായിട്ട് അവര് തന്നെ തീരുമാനിച്ചു, ഓരോരുത്തരായിട്ട് ഒരു ദിവസം ഭക്ഷണത്തിന് ഓരോരുത്തരായിട്ട് വന്നോളാം. അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഒരാള് ബലിയർപ്പിക്കുകയാണ്. അങ്ങനെയായിട്ട് വരികയാണ്. അപ്പോ അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ആഹാരത്തിനാണ് അന്ന് തീരുമാനിക്കപ്പെട്ട സർപ്പം, ഒരു കുടുംബത്തിലെ ഒരു സർപ്പം വരും, അവിടെ ഇരിക്കും. ഗരുഡൻ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും, അത് കഴിച്ചിട്ട് പോകും. അങ്ങനെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് നാഗങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ലെങ്കിൽ എല്ലാവരും ഉന്മൂലനം ചെയ്യും. അതിനേക്കാളും ഒരു ചിട്ടയോടുകൂടി, ഒരു നിഷ്ഠയോടുകൂടി ഒരു കാര്യം, അച്ചടക്കത്തോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പം എല്ലാവർക്കും രക്ഷയുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ തന്നെ അടുത്തത് കാളിയന്റെ കാളിയൻ അപ്പോ അടുത്ത ഒരു ബലിയായിട്ട് ഒരു സർപ്പം അതിനിരുന്നപ്പോഴ് കാളിയൻ വലിയ സർപ്പമാണല്ലോ. കാളിയൻ മഹാകേമനായ ഒരു സർപ്പമാണ്. ആ കാളിയൻ വന്നിട്ട് ആ സർപ്പത്തെ ഭക്ഷിക്കും. അപ്പൊ ഗരുഡൻ അന്ന് ഭക്ഷണം കിട്ടൂല. അപ്പം ഗരുഡൻ വന്നപ്പോഴത്തേക്കും കാളിയൻ എന്ത് ചെയ്തു, ഭയങ്കര ഉഗ്ര വിഷമാണ് കാളിയനുള്ളത്.
ഉഗ്ര വിഷം വമിച്ചുകൊണ്ട് ഗരുഡനെ കൊത്തും. പക്ഷെ ഗരുഡൻ അതൊന്നും ഏക്കില്ല. ഗരുഡൻ തിരിച്ച് തന്റെ വലിയ ചിറകുകള്, ഗരുഡന്റെ ചിറകിന്റെ പിന്നെ വിസ്തൃതിയൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര വലിയ ബേർഡാണ് ഗരുഡൻ. അപ്പൊ സ്വർണപക്ഷിയാണ്. അപ്പൊ ആ ഗരുഡൻ പിന്നെ തന്റെ ചിറകുകൾ കൊണ്ട് അടിച്ചപ്പോഴത്തേക്കും അത് താങ്ങാനാവാതെ കാളിയൻ ഓടി ഒളിക്കുകയാണ്. ഓടി ഒളിച്ചാണ് ഈ കാളിന്തി നദിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ പരീക്ഷിത്തുമാർ വെച്ചിട്ട് കാളിന്തി നദി വന്നിരിക്കാൻ എന്താ കാരണം? എത്രയോ നദികൾ വേറെ ഉണ്ടല്ലോ. അപ്പൊ കാളിന്തി നദിയിൽ വന്നിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ, കാളിന്തി നദിയില് ഗരുഡന് പ്രവേശനമില്ല. ഗരുഡന് കാളിന്തി നദിയിൽ വന്ന് പ്രവേശിച്ചാൽ ഗരുഡന്റെ തല പൊട്ടിത്തെറിക്കും എന്നൊരു ശാപമുണ്ട്. അതായത് ഗരുഡൻ ഭയങ്കര വിശന്ന് തളർന്ന് കാളിന്തി തീരത്തെത്തി അവിടുന്ന് മത്സ്യമൊക്കെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുക. എണ്ണമറ്റ മത്സ്യങ്ങളെ പിടിച്ച് തിന്നുവാണ്. അപ്പൊ അവിടെ സൗഭരി എന്നൊരു മഹർഷി, നമ്മൾ പണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് സൗഭരി മഹർഷിയുടെ കാര്യം. ഈ സൗഭരി മഹർഷി ആ കാളിന്തി നദിയിൽ താമസിച്ചുകൊണ്ട് പിന്നെ തപസ് ചെയ്യാണ്. ജലത്തിൽ നിന്നുള്ള തപസ്സാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഈ മത്സ്യങ്ങളായിട്ട് വലിയ കൂട്ടും മമതയാവും സൗഭരി മഹർഷിക്ക്. അദ്ദേഹം പിന്നെ പറയും, ഇങ്ങനെ മത്സ്യങ്ങളെ പിടിച്ച് തിന്നാൻ പാടില്ല എന്ന് ഗരുഡനോട് പറയും. പിന്നെ മത്സ്യങ്ങൾ എല്ലാവരും വന്ന് സൗഭരിയോട് സങ്കടം പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഗരുഡനെ വിലക്കും. പക്ഷെ ഗരുഡൻ അതൊന്നും ശ്രദ്ധിക്കില്ല. ഗരുഡന് കുറച്ച് അഹങ്കാരമുള്ള ഒരു പക്ഷിയാണ് ഗരുഡൻ. ഭഗവാന്റെ വാഹനമൊക്കെ ആണല്ലോ, ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര പിന്നെ അതിഥിയുടെ മകനാണ്, ദേവാംശഭൂതനാണ്. അപ്പൊ അങ്ങനെയൊക്കെ അഹങ്കാരവും ഉണ്ട്. അപ്പം സൗഭരി മഹർഷി പറഞ്ഞത് കേൾക്കാതെ മീനുകളുടെ നേതാവിനെ തന്നെ പിടിച്ചു തിന്നു. നേതാവിനെ തന്നെ പിടിച്ചു തിന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് സൗഭരി മഹർഷി പറഞ്ഞു, ഇനി ഗരുഡൻ ഈ നദിയിൽ വന്ന മത്സ്യങ്ങളെ പിടിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഗരുഡന്റെ ജീവിതം അവസാനിക്കും, ഗരുഡൻ മരിച്ചു പോകും എന്ന് ഒരു ശാപം കൊടുത്തു. ആ ശാപത്തെ പറ്റി എല്ലാവർക്കും അറിയാം, കാളിയനും അത് അറിഞ്ഞിരുന്നു. അപ്പം കാളിയനെ കൊല്ലാനായിട്ട് ഗരുഡന് പിന്നെ കാളിന്തിയിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് കാളിയൻ തന്റെ ഭാര്യാപുത്രന്മാർ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കാളിന്തിയിൽ വന്ന് താമസിച്ചു. കാളിയിൽ നിന്ന് മര്യാദയ്ക്ക് താമസിച്ചാൽ മതിയായിരുന്നു. അപ്പൊ കാളിയനും ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ഹുങ്കുള്ള ആളാണ്, പാമ്പാണ്. കാരണം വിഷമയമാണ്, ഭയങ്കര വിഷമാണ് കാളിയന്. ആരെ വേണമെങ്കിലും ദ്രോഹിക്കാം, അങ്ങനെ ഒരു ആളാണ്. അപ്പൊ അങ്ങനെയാണ് കാളിയൻ വന്ന് അവിടെ ഗർത്തത്തിൽ താമസിച്ച് കാളിന്തി നദിയൊക്കെ വിഷം കലക്കി. ആരും വരാൻ പാടില്ല കാളിന്തി നദിയിൽ. അങ്ങനെ ഒരു സ്വാർത്ഥ ചിന്തയോടു കൂടിയാണ് അതിലൊക്കെ വിഷം കലക്കണത്. പാമ്പുകൾക്ക് മാത്രം മതി, കാളിന്തി വേറെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് മർദ്ദിച്ച് അവസരാക്കി പറഞ്ഞു, ഈ നദി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, പൊക്കോളൂന്ന്. അങ്ങനെ നാഗങ്ങളല്ലേ, ഒരുപാട് രത്നങ്ങളും നല്ല രത്നാഭക്ഷണങ്ങളും ഒരുപാട് തരത്തിലുള്ള ഗന്ധങ്ങളും മാല്യങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഭഗവാന് കൊണ്ട് കൊടുത്ത് അതെല്ലാം വാങ്ങിച്ചോണ്ട് ഭഗവാൻ കാളിന്തി നീന്തി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഗോപന്മാരും എല്ലാവരും പുറത്ത് കാത്തു നിൽക്കുകയാണ്. എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷിക്കും. അതോടെ ഗോപന്മാർക്ക് തീർച്ചയായിട്ടും കൃഷ്ണൻ സാധാരണ ഒരു കുട്ടിയല്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈശ്വരാംശം തന്നെയാണ് എന്ന് സുഖം. അതില് ഒരു കൂസലമില്ലാതെ മന്ദസ്മേര മുഖത്തോടുകൂടി യാതൊരു ഭയവുമില്ലാതെയും കൃഷ്ണനെ അഭിനന്ദിച്ചും കൊണ്ട് നിന്ന ഒരാളാണ് ബലരാമൻ. ഒരു പേടി, എല്ലാവരും പേടിച്ചു പറയ്ക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു പേടിയും ഉണ്ടായില്ല. കാരണം കൃഷ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് കഴിവെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ അവനെ കാളിയഗ്രസ്തനായ പുത്രൻ പുറത്തു വന്നപ്പോഴത്തേക്കും യശോദയും പിന്നെ രോഹിണിയും നന്ദഗോപരും എല്ലാവരും സന്തോഷത്തോടുകൂടി കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് പിന്നെ അപ്പോഴത്തേക്കും കുറെ ബ്രാഹ്മണ ശ്രേഷ്ഠർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പൂജകൾ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഒക്കെയാണ് അങ്ങയുടെ കുഞ്ഞിന് ഒരു ആപത്ത് വരാതെയൊക്കെ വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ധർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം ധാരാളം വസ്തുവകൾ, ധാരാളം ധനവും സ്വർണവും ഒക്കെ ആയിട്ട് ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകി അവരെയും പ്രീതിപ്പെടുത്തി. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അവര് അവിടെ ആ നദീതീരത്ത് തന്നെ ആ രാത്രി, ഇനിയിപ്പം വ്രജവാസികൾ എല്ലാവരും വന്നിരിക്കുകയാണ്, അവിടെ ആരുമില്ല വ്രജത്തിൽ, എല്ലാവരും ഇവിടെയാണ്.
എല്ലാവരും, അതായത് പശുക്കളും കുട്ടികളും മത്സ്യങ്ങളും എല്ലാവരും ഇവിടെയാണ്. എല്ലാവരും വന്നിട്ട് ആ കാളന്തി തീരത്തിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ തിരിച്ചു പോണ്ട, നമുക്ക് രാത്രി ഇവിടെ കഴിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കൊച്ചു പിന്നെ എല്ലാവരും ഉറങ്ങാനുള്ള ഏർപ്പാടാക്കി. ഉറങ്ങിക്കിടക്കുമ്പോ എന്താണ്, ഒരു തീ പിടിക്കും, കാട്ടുതീ ഉണ്ടാവും. കാരണം ചൂടുപിടിയല്ലേ. ഒന്നാമത് ഈ കാളിയന്റെ വിഷം കാരണം എല്ലാ വരണ്ടുണങ്ങി നിൽക്കുന്ന ഒരുപാട് മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ എങ്ങനെയോ കാട്ടുതീ പിടിച്ചു. കാട്ടുതീ പിടിച്ചപ്പോ അവര് കൃഷ്ണന് ശരണം പ്രാപിക്കും. അപ്പൊ കൃഷ്ണന്റെ മഹത്വം അവർക്ക് മനസ്സിലായിട്ട് അവർ പറഞ്ഞു, ഭഗവാനെ നീ അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണ് ആശ്രയമുള്ളത്, ശരണാഗത ത്രാണനല്ലേ അങ്ങേര്, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കും ഭഗവാന് എന്ത് ചെയ്തു, ആ കാട്ടുതീ മുഴുവൻ പാനം ചെയ്തു, കുടിച്ചു ഭഗവാൻ. മനസ്സിലായില്ലേ? അപ്പൊ ആ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി മുഴുവൻ കുടിച്ചു തീർത്തു. അനന്തരം ആനന്ദഭരിതരായ ഗോപന്മാരും കൃഷ്ണനും കാലികളും എല്ലാരും കൂടി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും വ്രതത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഗ്രീഷ്മകാലം, ചൂട്, ഭയങ്കര ചൂട്, നമ്മളിപ്പോ അനുഭവിക്കുന്ന പോലെയുള്ള ചൂട് കാലം. പക്ഷെ വൃന്ദാവനത്തിൽ ചൂടൊന്നുമില്ല. കാരണം ഗോവർദ്ധനഗിരിയും അവിടുന്ന് ഭാണ്ഡീരക വനവും പിന്നെ കാളന്തി നദിയും ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങൾ ഉള്ളത് കൊണ്ട് 24 മണിക്കൂറും വെള്ളം വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെടികൾക്കും പിന്നെ വൃക്ഷങ്ങൾക്കൊന്നും ഒരു വാട്ടവുമില്ല. ഒരു ചൂടൊന്നും ഏറ്റാലൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സസ്യശ്യാമള കോമളമായിട്ട് നല്ല തണുപ്പോട് കൂടിയ ഒരു സ്ഥലമാണ് വൃന്ദാവനം. അവിടെ അങ്ങനെ എല്ലാ തരത്തിലുള്ള പൂക്കളും എല്ലാം വിരിഞ്ഞ്, ഈ ജലത്തിൽ വളരുന്ന പൂക്കളൊക്കെ വിരിയും. മനസ്സിലായില്ലേ? ആമ്പലും താമരയും എല്ലാം വിരിഞ്ഞ് നല്ല ഇതായിട്ടിരിക്കും. അശോകപ്പൂവും അതും ഇതും എല്ലാ പൂക്കളും. അങ്ങനെ വൃന്ദാവനവാസികളും അവരുടെ പശുക്കൾക്ക് ധാരാളം ഭക്ഷണവും ഉണ്ട്. അവരങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കും. ശ്രീകൃഷ്ണനാണെങ്കിൽ ഓടക്കുഴൽ, ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടാൽ പശുക്കൾ സ്തബ്ധരായി നിന്നു പോകും, ചവയ്ക്കാൻ പോലും മറന്നുപോകും. പശുക്കൾ അയവിറക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു ജീവിയാണ്, പക്ഷെ അത് അയവിറക്കാൻ പോലും മറന്നു പോകും. അങ്ങനെ അദ്ദേഹം ഈ കൃഷ്ണന്റെ ഗാനാലാപം, ഓടക്കുഴലിന്റെ മധുരസ്വനം അത് കേട്ടിട്ട് പ്രകൃതി പോലും അങ്ങനെ ആനന്ദം കൊണ്ട് പുളകിതരാകുന്നാണ് പറയണത്. അങ്ങനെ കുട്ടികളെല്ലാവരും, അവർക്കൊക്കെ ഓടക്കുഴലുണ്ട്, ഓടക്കുഴൽ വായിക്കുക, ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, അങ്ങനെ അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക. അങ്ങനെ ആൺകുട്ടികളല്ലേ, ആൺകുട്ടികളുടെ പിന്നെ സഹജമായ കളികളൊക്കെ കളിച്ച് ആനന്ദ തുന്തിലരായിട്ട് അവരങ്ങനെ കാടുകളിലും തോടുകളിലും പൊയ്കളിലും, വേറെ പണിയൊന്നുമില്ല, അങ്ങനെ നടക്കുകയാണ്. നമ്മുടെ പിള്ളേരെ പോലെ സ്കൂളിൽ പോയിരുന്ന് ബാഗും ചുമന്ന് പോകുന്നത് വേണ്ടല്ലോ, സന്തോഷമായിട്ട് അങ്ങനെ ബാല്യകാലം ചെലവിടാണ് അവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും രാവണന്റെ പിന്നെ കംസന്റെ പ്രലംബൻ എന്നൊരു അസുരനുണ്ട്. ഭയങ്കര വലിയ ഭീമാകാരനായുള്ള ഒരു അസുരനാണ്. ആ അസുരൻ പറഞ്ഞു, ഞാൻ പോയിട്ട് ഈ പിള്ളേരെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണന്മാര് ഗോക്കളെയൊക്കെ പാലിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുമ്പം ഒരു ഗോപന്റെ വേഷത്തില്, അതായത് ഒരു ഗോപബാലന്റെ വേഷത്തില്, കൃഷ്ണനും രാമനും ആണെങ്കിൽ അവരുടെ വൃന്ദാവനത്തിലുള്ള ഓരോ കുട്ടിയെയും, ഓരോ പശുവിനെയും, ഓരോ വത്സത്തെയും പേരെടുത്ത് വിളിച്ചു പറയാൻ പറ്റുന്ന അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരും അത്രയ്ക്ക് അറിവാണ് അവർക്ക്. ഒരു ഗോപൻ, പക്ഷെ ഈ പ്രലംബൻ വിചാരിച്ച് ഇവരറിയില്ല, എല്ലാ ഗോപന്മാരുടെ ഇടയിൽ ഞാനൊരാൾ നിന്ന് അവളെങ്ങനെ അറിയാനാ. അപ്പൊ ഒരു ഗോപന്റെ, പക്ഷെ ഗോപന്മാർ അവര് കളിക്കുകയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കുമ്പോ അറിയാൻ പറ്റില്ലല്ലോ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പം പക്ഷെ ഓരോ ഗോപനെയും പിന്നെ കൃഷ്ണൻ അറിയാന്നുള്ള കാര്യം പ്രലംബൻ അറിയില്ല. അപ്പൊ അവനെ കണ്ട ഉടനെ തന്നെ കൃഷ്ണൻ മനസ്സിലായി, ആഹാ വന്നു അല്ലേ, ശരി നമുക്ക് നോക്കാം. കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. പക്ഷെ കണ്ട ഭാവം, ആ തിരിച്ചറിഞ്ഞ ഭാവം ഒന്നും വെക്കാതെ ആ ഒരു കപട നാടക വേഷധാരിയല്ലേ, ലീലാമാനുഷ വേഷധാരി, അങ്ങനെ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കളി കളിക്കാം കേട്ടോ, ഇതുവരെ നമ്മൾ ഓടിച്ചാടിയൊക്കെ കളിച്ചില്ലേ, ഇത് നീ നിർത്താം, വേറൊരു കളി കളിക്കാം. നമുക്ക് 2 പാർട്ടി ആവാം, 2 ഭാഗം. ഒരാള് ബലരാമന്റെ കീഴിലൊരു കൂട്ടര്, ഒരാള് കൃഷ്ണന്റെ നേതൃത്വത്തിൽ വേറൊരു കൂട്ടർ, 2 പാർട്ടായിട്ട് നമുക്ക് തിരിയാം. എന്നിട്ട് നമ്മൾ കളിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ കുടുകുടു കളിക്കണം പോലെ. മനസ്സിലായില്ലേ? അപ്പൊ ആര് പിടിക്കണോ ആ പാർട്ടിയുടെ ആൾക്കാരെ മറ്റേ പാർട്ടിയിലെ തോക്കുന്ന പാർട്ടിയുടെ ആൾക്കാര് ജയിച്ച പാർട്ടിയുടെ ആൾക്കാരെ ചുമന്നുകൊണ്ട് നടക്കണം. അതായത് എവിടം വരെ നടക്കണം? ഭാണ്ഡീരകം വനത്തില് ഭാണ്ഡീരകം എന്നൊരു വലിയ വടവൃക്ഷമുണ്ട്, അതുകൊണ്ടാണ് ആ വനത്തിന് ആ പേര് വന്നത്. അതിന്റെ ചുവടില് നിന്ന് തുടങ്ങിയിട്ട് കുറെ ദൂരം പോയി തിരിച്ചവിടെ കൊണ്ടുവരണം, അതാണ് ശിക്ഷ.
എന്നൊക്കെ പറഞ്ഞു. ശരി, സന്തോഷമായി, പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. അവരങ്ങനെ പിന്നെ കളിക്കുകയാണ്. അങ്ങനെ കളിക്കുമ്പോഴത്തേക്കും പിന്നെ കൃഷ്ണന്റെ പാർട്ടി, ബലരാമന്റെ പാർട്ടി ജയിച്ചു, കൃഷ്ണന്റെ പാർട്ടി തോറ്റു. അപ്പൊ കൃഷ്ണന്റെ പാർട്ടിയിലാണ് ഈ പ്രലംബൻ എന്നുള്ള ഗോപൻ വന്ന് പെട്ടിരിക്കുന്നത്. ആ സൈഡിലാണ് ചേർന്നത്. കാരണം അവനെന്ത് വിചാരിച്ചു, മറ്റേ സൈഡിലാണെങ്കിൽ തോറ്റുപോയ കൃഷ്ണനെ ചുമക്കണം. കൃഷ്ണന്റെ സാമർഥ്യം എന്താണെന്ന് പ്രലംബന് അറിയാം. അതുകൊണ്ട് എന്ന് വെച്ചാൽ തൃണാവർത്തനെ കൊന്നപ്പം ഭാരം കൂടിയതൊക്കെ അയാൾക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് കൃഷ്ണന്റെ പാർട്ടി ചൂടിയ മറ്റേ പാർട്ടിക്കാരെ എടുത്താൽ മതിയല്ലോ, അപ്പൊ രക്ഷപ്പെടാം എന്ന്, ബലരാമനെ കൊന്നുകളയാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ പാർട്ടി ചെയ്തു. ബലരാമന്റെ പാർട്ടി ജയിക്കുകയും കൃഷ്ണന്റെ പാർട്ടി തോക്കുകയും ചെയ്തു. അപ്പോഴെന്ത് പറ്റി, ചുമക്കണം. ചുമക്കാനായിട്ട് പോയപ്പോഴത്തേക്കും പിന്നെ ഭഗവാൻ സീതാമാവിന് കൂട്ടുകാരെയും പിന്നെ ഭദ്രസേനയും ഋഷഭനെയും പ്രലംബൻ ബലരാമനെയും തോളിലേറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അതിവേഗം നടന്ന് പോകുമ്പോ തിരിച്ചു വരണം. പക്ഷെ ഇയാള് തിരിച്ചു വരണില്ല, രാമനെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു, കൃഷ്ണാദ രാമനെയും കൊണ്ട് പോണു. അങ്ങനെ പോകുമ്പോഴത്തേക്കും ബലരാമന് മനസ്സിലായി ഇതാരാണ് എന്ന് മനസ്സിലായി. ബലരാമൻ എന്ത് ചെയ്തു, സ്വന്തം ഭാരം കൂട്ടാം. ബലവാനാണ് ബലരാമൻ. ആ ബലം കൂട്ടി അസുരന് താങ്ങാൻ വയ്യാത്ത ഭാരമായപ്പോ അസുരന്റെ സ്പീഡൊക്കെ സ്പീഡ് കുറഞ്ഞു. അയാൾ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി ഭയങ്കര ഭാരമാവുമ്പം ഭാരം താങ്ങാനാവാതെ അയാളുടെ അസൽ രൂപം, ആ ഘോര രൂപിയായ രാക്ഷസനായിട്ട് കണ്ണുകളൊക്കെ തുറിച്ച്, പുരികങ്ങളും നീണ്ട തേറ്റകളും ചെമ്പിച്ച മുടിയും ഇതെല്ലാമായിട്ടുള്ള ഘോര രൂപിയായിട്ട് പായുന്ന അസുരനെ അപ്പം ബലരാമൻ കണ്ടു. ബലരാമൻ ഒന്നും ചെയ്തില്ല, കണ്ട സ്വന്തം കൊച്ചു മുഷ്ടിയാണ്, മുഷ്ടി പുരട്ട് രണ്ടിടി കൊടുത്തു. അതോടുകൂടി അലറിക്കൊണ്ട് പ്രാണനും പോയി. പിന്നെ പ്രലംബൻ താഴെ വീണു. അത് കണ്ടിട്ട് ഒരു കൂസലും കൂടാതെ ബലരാമൻ നിൽക്കുന്ന കണ്ടപ്പോ കുട്ടികളൊക്കെ ഓടി വന്നിട്ട് അവർക്ക് ഭയങ്കര വിസ്മയം. ബലരാമനും കൃഷ്ണനെ പോലെ തന്നെയാണല്ലോ എന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ അവരെല്ലാവരും കൂടെ ആശീർവദനം ചെയ്ത് അവരെല്ലാം ചെയ്ത് പിന്നെ അപ്പം ബലരാമൻ പിന്നെ ഇയാളെ കൊന്നപ്പോ, പ്രലംബനെ കൊന്നപ്പോഴും വാനോർ എല്ലാരും ഒരുപാട് പൂമഴയൊക്കെ പെയ്ച്ചു. അതെല്ലാം കണ്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ഗോപന്മാരിങ്ങനെ കളികളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് പശുക്കള്, ചൂട് കാലമാണല്ലോ, അപ്പൊ അവരിങ്ങനെ പുല്ല് തിന്ന് നടക്കും, കുനിഞ്ഞല്ലേ നടക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കൂല, നടന്ന് കുറേ ദൂരമായിപ്പോയി. അപ്പം ഈ വൃന്ദാവനത്തിലെ വനം വിട്ടിട്ട് കുറെ ദൂരേക്കായി പോകും. അവിടെ നോക്കുമ്പോ അവിടെ ഉണങ്ങിയ പുല്ലുകളേ ഉള്ളൂ, ഉണങ്ങിയ പുല്ലും പിന്നെ മുളം പുല്ലൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു മുഞ്ഞക്കാട്ടെന്ന് വെച്ചാൽ, മുഞ്ഞന്ന് വെച്ചാൽ ഒരു ചെടിയുണ്ട്, നിറയെ മുള്ളുകളുള്ള ഒരു ചെടിയാണ് മുഞ്ഞ. അങ്ങനെ ഒരു മുഞ്ഞക്കാട്ടിലാണ് ഈ പിന്നെ പശുക്കൾ ചെന്ന് പെടുന്നത്. അതിനകത്ത് ചെന്ന് പെട്ടു. അപ്പൊ ഈ ഗോപന്മാര് നോക്കിയപ്പോ തങ്ങളുടെ പശുക്കളൊന്നും കാണുന്നില്ല. അപ്പൊ അവരെല്ലാവരും കൂടെ അതിന്റെ പുറകെ പോയി നോക്കി. എങ്ങനെ കണ്ടുപിടിച്ചു, അതിന്റെ പൊടിയില് അതിന്റെ കാൽപ്പാടുകളും പിന്നെ കുളമ്പിന്റെ പാടും അവിടെ ഇവിടെയും കടിച്ചു തിന്നിട്ടൊക്കെ പോകുമല്ലോ. അപ്പൊ അങ്ങനെ പുല്ലിയൊക്കെ അങ്ങനെ നോക്കി പോയപ്പോ ഈ മുഞ്ഞക്കാട്ടിൽ അവരും എത്തി. അപ്പൊ പാവം അതിനകത്ത് നിന്ന് കരഞ്ഞു വിളിക്കുക, ചൂടുകൊണ്ട് ദാഹം, അതിൻ്റെ കൂടെ മുഞ്ഞക്കാട്ടിലെ മുള്ളു കൊണ്ടിട്ടുള്ള വേദന എല്ലാം കൊണ്ട് ഈ അമറി കരയാണ് പശുക്കള്. അമറി കരയേണ്ടപ്പോ ഗോപന്മാർക്ക് നാച്ചുറലായിട്ടും സഹജമായിട്ട് അവർക്ക് തോന്നിയ സിമ്പതി, അവരോടുള്ള അനുകമ്പ കൊണ്ട് അവരും കൂടെ അതിനകത്ത് കയറിപ്പെട്ടപ്പോ എന്താണ്, ഈ ചൂടുകാലത്താണ് കാട്ടുതീ ഉണ്ടാവുക. ചൂടുകാലത്ത് ചെറിയൊരു ഉരസല് മതി, രണ്ട് കല്ല് തമ്മിൽ ഉരസോ രണ്ട് മരങ്ങൾ തമ്മിൽ ഉരസിയാലും മതി, ഉടനെ തന്നെ തീപ്പരി ഉണ്ടാവും, കാട്ടുതീയാവും. അങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആരും മനുഷ്യരാരും ഉണ്ടാക്കുന്നതല്ല, കാട്ടുതീ പ്രകൃതി തന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇവരതിനകത്ത് നിൽക്കുമ്പോ കാട്ടുതീ, ഇവർക്ക് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല, ചുറ്റും തീയാണ്. അതിന്റെ ചുറ്റും തീ, ഇവര് നടുക്കിടന്ന് അമറി വിളിച്ച് കരച്ചിലോടെ കൃഷ്ണ 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 എന്ന് ഭയങ്കരം കരച്ചിലും അമറലും കരച്ചിലും എല്ലാം കൂടെ ഒരു മേളം. അപ്പൊ കൃഷ്ണനും ബലരാമൻ ഓടി വന്നിട്ട്, കൃഷ്ണൻ എന്ത് ചെയ്തു, ഞങ്ങളെ രക്ഷിക്കാൻ കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളെ ആരും രക്ഷിക്കും, വേറെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേക്കും കൃഷ്ണൻ എല്ലാരും കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചിട്ട് കണ്ണു തുറന്നോളൂ എന്ന് പറഞ്ഞപ്പോ എന്താണ്, അവരൊക്കെ പാണ്ഡീരകത്തില് വൃക്ഷത്തണലിൽ എത്തിയിരിക്കുകയാണ്. കൃഷ്ണൻ അവരെ ഷിഫ്റ്റ് ചെയ്തു. മാത്രമല്ല കൃഷ്ണൻ ആ കാട്ടുതീ മുഴുവൻ കുടിക്കുകയും ചെയ്തു. പാനം ചെയ്തു, കാട്ടുതീ പാനം ചെയ്ത് തിരിച്ചെത്തി. ഇപ്പൊ ഇവർക്ക്
തീർച്ചയായും കൃഷ്ണൻ അമാനുഷനാണ്, ദൈവമാണ്, ഈശ്വര അംശം തന്നെയാണ്, ദേവനാണ് കൃഷ്ണൻ. നമ്മുടെ കൃഷ്ണൻ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണൻ ദേവനാണ് എന്ന് അവർക്ക് തീർച്ചയായും. അപ്പൊ അങ്ങനെ അവര് പിന്നെ തിരിച്ച് വൃന്ദാവനത്തിൽ എത്തിയിട്ട് എല്ലാവരോടും പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ പ്രലംബനെ കൊന്ന വിവരം. അതൊരു വലിയ കഥയാണ്. അതിനുശേഷം ഇങ്ങനെ കാട്ടുതീ വിഴുങ്ങിയ കാര്യം ഒക്കെ പറഞ്ഞു. അപ്പൊ ഗോപന്മാരും ഗോപികമാരും എല്ലാം അവർക്ക് അല്പസമയം പോലും കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ അവര് എല്ലാ കഥകളും കേട്ടിട്ട് അവർക്കൊക്കെ ഭയങ്കരമായ സന്തോഷം. അങ്ങനെ എല്ലാവരും ആ കൃഷ്ണന്റെയും രാമന്റെയും കൂട്ടുകെട്ടിലും അവരുടെ സ്നേഹത്തിലും അവരുടെ പരിചരണത്തിലും അവര് സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഗോപന്മാരും ഗോപന്മാരാരാണ്? എല്ലാവരും ദേവാംശഭൂതരാണ്. ദേവന്മാര് തന്നെയാണ് ഗോപന്മാരും ഗോപികളുമായിട്ട് ഭഗവാന്റെ പിന്നെ അവതാര ദൗത്യത്തിന് കൂട്ടാവാൻ, ഭഗവാന് ബാല്യകാലത്തിൽ കൂട്ടായിരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് അവര്. മനസ്സിലായില്ലേ? അതെല്ലാം മനുഷ്യർക്ക് സന്ദേശം നൽകുവാനാണ് ഇങ്ങനെ ഇവരൊക്കെ ഈ ജന്മം എടുക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വർഷകാലം തുടങ്ങി. വർഷകാലം ചൂട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വർഷകാലം തുടങ്ങി. അപ്പോഴത്തേക്കും ഭയങ്കരമായ മഴ, അത്യുഗ്രമായ മഴ. ഭൂമിയിലൊക്കെ നിറയെ നല്ല കുളിച്ചു സുന്ദരിയായ പ്രകൃതി. അതിന് നല്ല ധാരാളം പച്ചലകളും പൂക്കളും. അങ്ങനെ അത് കഴിഞ്ഞു പതുക്കെ അത് മാറി ശരത്കാലം തുടങ്ങി. നമുക്കിവിടെ 6 ഋതുക്കളില്ല കേരളത്തില്. കേരളത്തിലൊന്നും 6 ഋതുക്കളില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 6 ഋതുക്കളുണ്ട്. വസന്തം, ഗ്രീഷ്മം, പിന്നെ ശരൽക്കാലം, അത് കഴിഞ്ഞിട്ട് ഹേമന്തം, അങ്ങനെ 6 ഋതുക്കൾ. നമുക്ക് 4 ഉള്ളൂ. അപ്പൊ അങ്ങനെ വർഷകാലം മാറി ശരത്കാലം ആരംഭിച്ചു. ആകാശം തെളിഞ്ഞ് ജലാശയങ്ങളൊക്കെ നിർമ്മലങ്ങളായി, തെന്നൽ വീശി, താമരപ്പൂക്കൾ കൊണ്ട് എല്ലാ നദികളും താമരപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു. ഹോമങ്ങളും ഇന്ദ്രിയപ്രീതികരായിട്ടുള്ള ഉത്സവങ്ങളും ഒക്കെ തുടങ്ങുകയാണ്. മാത്രമല്ല വലിയ ഉത്സവ സമയമാണത് ശരത്കാലം. കാരണം തണുപ്പുമില്ല, ചൂടുമില്ല, മഴയുമില്ലാത്തൊരു നല്ല പ്രകൃതിയാണ്, നല്ല കാലാവസ്ഥ. ആ സമയത്താണ് ആൾക്കാരെല്ലായിടത്തും പരിവ്രാജകരായിട്ട് സന്യാസിമാരൊക്കെ യാത്ര ചെയ്യുന്നത്. പിന്നെ വണിക്കുകളൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അത് ഗ്രാമപ്രദേശങ്ങളാണല്ലോ. ഗ്രാമപ്രദേശങ്ങളില് ഓരോരോ ഉത്സവങ്ങൾക്കനുസരിച്ച് മേള എന്ന് നമ്മൾ പറയില്ലേ, ആ മേളകളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പൊ ഭിക്ഷാടനം, ദിഗ്വിജയം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്സവങ്ങൾക്കുള്ള സമയമാണ് ഈ ശരത്കാലം. അങ്ങനെ തപസ് എല്ലാവരും ഇതൊക്കെ സാധിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പൊ രാമനും കൃഷ്ണനും ഗോക്കളും കൂടെ വൃന്ദാവനത്തിലേക്ക് പോയി. പൂത്തു നിൽക്കുന്ന തരുക്കളിലും വല്ലികളിലും ഒക്കെ തേനുണ്ട്. അവര് അവിടെ ഇവിടെയൊക്കെ കളിച്ച് പശുക്കളെ മേയിച്ച് കൃഷ്ണൻ വേണു മുഴക്കും. അപ്പൊ എല്ലാവരും കൂടെ കൃഷ്ണലീലകളൊക്കെ പാടാൻ തുടങ്ങും, ഗോപസ്ത്രീകളൊക്കെ. അങ്ങനെ ഗോപസ്ത്രീകളൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് കൃഷ്ണനോട് അഗാധമായൊരു പ്രേമം, കാമത്തിലേക്ക് തിരിയുന്ന ഒരു പ്രേമം. കുഞ്ഞാണ് കൃഷ്ണൻ, 8-10 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. 11 വയസ്സിൽ അവിടുന്ന് പോകുമല്ലോ. അപ്പൊ അങ്ങനെ കൃഷ്ണന്റെ സൗന്ദര്യം, കൃഷ്ണന്റെ കളികളും കൃഷ്ണന്റെ ആ മാധുര്യവും എല്ലാം കണ്ടിട്ട് അവർക്ക് പ്രേമ പരവശരാകും. അവര് പ്രേമം കൊണ്ട് പരവശരായി തീർന്നു. അങ്ങനെ അവര് കൃഷ്ണനെ വളരെ ആർത്തിച്ചപ്പോ അവർക്ക് എല്ലാവർക്കും എന്ത് വെച്ചു, അപ്പൊ ഹേമന്തം തുടങ്ങി, അതായത് മഞ്ഞുകാലം തുടങ്ങുകയാണ്. അപ്പൊ കാർത്യായനി പൂജ ചെയ്യുന്ന സമയമാണ്. കാർത്യായനി പൂജ ചെയ്യുന്ന എന്തിനാണ്? കന്യകമാര് ചെയ്യുന്നത് നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ, പിന്നെ ഭർത്തൃമതിൽ ചെയ്യുന്നത് ഭർത്താക്കന്മാർക്ക് ഐശ്വര്യമുണ്ടാവാൻ. അങ്ങനെ കാർത്യായനി ദേവിയുടെ രൂപം കുളിച്ചിട്ട് ഈറനോടെ വന്ന് ആ മണൽത്തിട്ടിൽ ഇരുന്നുകൊണ്ടിന് തന്നെത്താനാണ് ദേവിയുടെ രൂപം സങ്കല്പിച്ചുണ്ടാക്കി വെച്ചിട്ട് എല്ലാ തരത്തിലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ നേരത്തെ കൊണ്ടുവരും. കുളിക്കാൻ വരുമ്പോ തന്നെ നമ്മൾ തുടിച്ചു കുളിയ പോലെ ഡിസംബർ മാസത്തില് ആ സമയത്താണ് നമ്മളും തിരുവാതിര വ്രതം എടുക്കുന്നില്ലേ, അതേ സമയമാണ് ഈ കാർത്യായനി പൂജ, തിരുവാതിര വ്രതത്തിന്റെ സമയം. അങ്ങനെ അവരെല്ലാവരും കൂടെ ദീപം അക്ഷതമൊക്കെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവരുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, കൃഷ്ണൻ ഭർത്താവായിട്ട് വരണം. കൃഷ്ണനെ ഭർത്താവാനായിട്ട് കിട്ടാനായിട്ട് കന്യകമാര്, ഗോപകുലത്തിലെ കന്യകമാര് മുഴുവൻ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനെ കിട്ടാനാണ്. അപ്പം എല്ലാവർക്കും നന്ദസൂന് തന്നെ വരണാവണം, എല്ലാവർക്കും. അങ്ങനെ കൃഷ്ണധ്യാനത്തോടുകൂടി കീർത്തനങ്ങളൊക്കെ പാടി ആടിപ്പാടി നമ്മുടെ തുടിച്ചുകുളി പോലെ തന്നെ, ധനുമാസത്തിലെ തുടിച്ചുകുളി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവര് ആടിപ്പാടി അതിരാവിലെ എല്ലാവരും കൂടെ ആടിപ്പാടി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ തുടിച്ചു കുളിക്കാനായിട്ട് നദിയിലിറങ്ങി കളിച്ചും തിരിച്ചും തുടിച്ചും നീന്തിയും
അങ്ങനെയൊക്കെ കളിച്ച് രസിച്ചിട്ട് അവസാനം മോളിൽ കയറി വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അവര് പൂജകളും ചെയ്തിട്ട് ഇരിക്കും. അപ്പൊ ഒരു ദിവസം കൃഷ്ണൻ വിചാരിച്ചു, ഇവര് ഇത്രയും ആത്മാർത്ഥതയോടുകൂടി പൂജ ചെയ്യല്, ഇവർക്ക് അനുഗ്രഹം കൊടുക്കണം, ഇവരെ അനുഗ്രഹിക്കണം എന്ന് കൃഷ്ണൻ അങ്ങ് തീരുമാനിച്ചു. അതിനുവേണ്ടി കൃഷ്ണനും കൂട്ടുകാരും കൂടെ ഒരു ദിവസം രാവിലെ ഇവർ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് കൃഷ്ണൻ വരും. കൃഷ്ണനെ കണ്ടപ്പോ ഇവർക്ക് നാണമായി. കാരണം എല്ലാവരും വസ്ത്രങ്ങളൊക്കെ ഊരി വെച്ചിട്ടാണ് നദിയിൽ ഇറങ്ങി കുളിക്കുന്നത്. കൃഷ്ണൻ എന്ത് ചെയ്തു? ഓടി വന്ന് സകല വസ്ത്രങ്ങൾ എടുത്തോണ്ട് ഒറ്റ ഓട്ടം, എല്ലാവരുടെ വസ്ത്രങ്ങളും തൂക്കിയെടുത്തോണ്ട് പോയിട്ട് നീലക്കടമ്പിന്റെ മുകളിൽ കയറി അവിടെ ഇങ്ങനെ തോരണം തൂക്കിയിടും. എല്ലാ സാരികളും തോരണം തൂക്കി, അവരുടെ ഡ്രസ്സൊക്കെ തോരണം തൂക്കിയിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവരാണെങ്കിലോ ഇവർക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. കാരണം മനസ്സിലായില്ലേ, എല്ലാവരും നഗ്നരായിട്ടാണ് നദിയിൽ ഇറങ്ങി കുളിക്കുന്നത്. അപ്പൊ ആർക്കും, പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ചെയ്തത്. അപ്പൊ ഞാൻ, കൃഷ്ണ ഞങ്ങൾക്ക് തണുത്തിട്ട് വയ്യ, ഞങ്ങൾക്ക് പ്ലീസ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ കൃഷ്ണ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പറയില്ല, നിങ്ങൾ മോളിൽ കയറി വന്ന് എടുത്തോളൂ, എല്ലാം ഇവിടെ തൂക്കിയിട്ടിരിക്കുകയല്ലേ, എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ മോളിൽ കയറി വരും? അവസാനം അവരെ ഒരുപാട് കൃഷ്ണൻ അവരെ കളിയാക്കും, അവരെ ആക്ഷേപിക്കും, അവരെ പരിഹസിക്കും. പക്ഷെ അതൊക്കെ അവർക്ക് മധുരമാണ്. അവർക്കൊന്നിനും ദേഷ്യമില്ല. എന്ത് ചെയ്താലും ആ കൃഷ്ണനോടുള്ള ഭക്തിയും പ്രേമവും കൊണ്ട് അവർക്ക് കൃഷ്ണൻ എന്ത് ചെയ്താലും അവർക്ക് യാതൊരു പരിഭവവും ഇല്ല. അപ്പൊ അവര് പറഞ്ഞു, എന്തായാലും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് മനസ്സിലായി. അപ്പം നാണം മറയ്ക്കാൻ കൈ കൊണ്ട് പൊത്തി നാണം മറച്ച് അവര് കയറി, കൈയൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചൊക്കെ കയറി വന്നു. കയറി വന്നപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പോരാ, നിങ്ങൾ ഭയങ്കര അധിപ്രസംഗമാണ് ചെയ്തത്, നിങ്ങൾ ദേവിയെ അവമാനിച്ചു. എല്ലാ നദികളിലും ദേവിയുണ്ട്, നദികളിൽ ദേവിയുടെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ നഗ്നകളായിട്ട് അതിനകത്ത് ഇറങ്ങി കുളിച്ചപ്പോ നിങ്ങൾ ആ ദേവിയെ അവമാനിക്കുകയാണ് ചെയ്തത്. അതിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തലയ്ക്ക് മുകളിൽ കൈപിടിച്ച് തൊഴുതുകൊണ്ട് ദേവിയോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കണം താഴെ, എന്നാലേ തുണി തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് ദേഹബോധം നഷ്ടപ്പെടുകയാണ്. അതോടെ കൃഷ്ണന്റെ ആ പരമകാരുണ്യം കൊണ്ട് ദേഹബോധം നഷ്ടപ്പെട്ട യോഗിനികളായി തീരാണ് ഈ ഗോപ സ്ത്രീകളെല്ലാവരും. മനസ്സിലായില്ലേ? അവർക്ക് ആ ദേഹബോധമില്ല. അപ്പൊ അവർക്ക് ആ ലജ്ജയൊക്കെ പോയി. അവരെന്നിട്ട് കൈ കൂപ്പി ഭഗവാനെയും തൊഴുത് ദേവിയെയും തൊഴുത് നമസ്കരിക്കുകയാണ്. അങ്ങനെയാണ് ഗോപസ്ത്രീകളിൽ ആ ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നത്. അവര് അവര് പഠിച്ചിട്ടില്ല, അവർക്ക് വേദം അറിയില്ല, അവർക്ക് ഗീതം അറിയില്ല, അവർക്ക് ഒന്നും അറിയില്ല. പക്ഷെ അവരെ പോലെ യോഗിനികളായിട്ട് ആരുമില്ലെന്നാണ് ശ്രീകൃഷ്ണൻ പിന്നെ നാരദനോടൊക്കെ പറയുന്നത്. അവരെ മാത്രം ഭക്തി യോഗനിഷ്ഠയുമുള്ളവരാരുമില്ല, യോഗിനികളായവരെല്ലാവരും. അങ്ങനെ അവര് പിന്നെ വ്രതം അനുഷ്ഠിച്ചതിന് നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും ഫലം തരും. താമസിയാത്തതിന് നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാനും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും എല്ലാം എൻ്റെ കൂടെ ആനന്ദിച്ച് ആമോദിക്കാനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. അവർക്ക് ഭഗവാന്റെ അടുത്ത് യാതൊരു അപ്രിയവും തോന്നില്ല. ഇത്രയൊക്കെ കുസൃതികൾ കാണിച്ചിട്ടും ഒരു അപ്രിയമില്ലാതെ വളരെ സ്നേഹമാണ് അവർ തോന്നുന്നത്. കൂടുതൽ സ്നേഹത്തോടുകൂടി കൃഷ്ണന്റെ ഈ മായാ ലീലകൾ കണ്ടിട്ട് അവർ കൂടുതൽ അപഹൃത ചിത്തരാവുകയാണ്. അവർ കൂടുതൽ കൃഷ്ണന് ഹൃദയം അവര് അപഹരിച്ചോട്ടെ എന്ന് വെച്ച് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അതോടാണ് ഭഗവാന് നവനീത ചോരൻ എന്ന് പറയുന്നത്. നവനീതം എന്ന് പറയുന്നത് ഈ ഗോപസ്ത്രീകളുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം അങ്ങനെയായ ഭഗവാൻ വന്ന് കട്ടെടുത്തോളും. നവനീതം എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകളുടെ കളങ്കമറ്റ വെണ്ണ പോലെ മൃദുലവും വെണ്ണ പോലെ സുഗന്ധമുള്ളതും വെണ്ണ പോലെ പരിശുദ്ധവുമായ ഹൃദയമാണ് കൃഷ്ണൻ കട്ടെടുത്തത്. എല്ലാ ഗോപവാടികളിലും പോയിട്ട് കട്ടെടുത്തത് അവരുടെ ഹൃദയങ്ങളായിരുന്നു. അതാണ് ഭഗവാന് നവനീത ചോരൻ എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ശുശ്രൂഷിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അതിനായിട്ട് നിങ്ങൾക്കൊരു ദിവസം തരാം എന്ന് പറഞ്ഞ് അവരെ സമാശ്വസിപ്പിച്ചിട്ട് വിട്ടു. അടുത്ത ഒരു ദിവസം എന്ത് പറ്റി? കൃഷ്ണനും ജ്യേഷ്ഠനും കൂട്ടുകാരോടെ എങ്ങനെ വൃന്ദാവനത്തില് എല്ലാ ദിവസവും കാലി മേയ്ക്കണമല്ലോ. അങ്ങനെ കാലി മേച്ചപ്പോഴത്തേക്കും വെയില് കൊണ്ട് വലഞ്ഞ് പിന്നെ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ഈ വൃക്ഷങ്ങളൊക്കെ നോക്കൂ, അവരുടെ ജീവിതമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. എന്താണ് അവര്? പ്രാണൻ, ധനം, ബുദ്ധി, വാക്ക്. ഇത് മനുഷ്യർക്കുണ്ട്. പിന്നെ വൃക്ഷങ്ങൾക്ക് എന്താണുള്ളത്? ഫലം, ഇല, തണൽ, ഇതൊക്കെ. അവരെല്ലാം അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഒന്നും അവർക്ക് വേണ്ടി അവർ വെക്കുന്നില്ല. അത് ആ വൃക്ഷങ്ങളെ കണ്ടു വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രാണനും ധനവും ബുദ്ധിയും വാക്കും എല്ലാം
സർവദാ അന്യർക്ക് ശ്രേയസ്കരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ വിനിയോഗിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ വഴി കൂടെ അങ്ങനെ നടന്ന് യമുന കാളിന്ദിയിലേക്ക് പോയി. കാളിന്ദിയില നല്ല കുളിർമയുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണല്ലോ, ഇപ്പൊ നല്ല ശുദ്ധമായ വെള്ളം. അത് കുടിച്ച് പശുക്കളെല്ലാം കുടിച്ച് അവരെയൊക്കെ കുളിപ്പിച്ച് ഇഷ്ടം പോലെ കളിച്ച് നിന്നപ്പം ഒരുപാട് നേരമായിട്ട് വെയിലത്ത് കളിക്കുകയാണ്. അതിനിടയ്ക്ക് ഓടുന്നു, ചാടുന്നു, നീന്തുന്നു, വെള്ളം കുടിക്കുന്നു. അപ്പത്തേക്കും ഗോപന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് വിശന്നു. അവര് പറഞ്ഞു വല്ലാതെ വിശക്കണു, വിശപ്പടക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കണം, ഇന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, വിപ്രവഗ്നികൾക്ക് അനുഗ്രഹം എന്നൊരു ലീലയുണ്ട് ഭഗവാന്റെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിപ്രവഗ്നികൾ എന്ന് വെച്ചാൽ അവർക്ക് ആ കൃഷ്ണനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കൃഷ്ണലീലകള് എത്രയോ കാലം കൊണ്ട് അവര് കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ അവരിങ്ങനെ കൊതിച്ച് കഴിയാണ്. അതായത് അതാണ് തപസ്സെന്ന് പറയുന്നത്. ഏത് സമയവും കൃഷ്ണനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചോടുകൂടി ഇരിക്കുകയാണ്. പക്ഷെ ഭർത്താക്കന്മാര് വിടുവൊന്നുമില്ല കൃഷ്ണനെ കാണാനൊന്നും. കൃഷ്ണൻ യാദവനാണ്, ബ്രാഹ്മൺസ് അല്ലേ അവരൊക്കെ. അങ്ങനെ കൃഷ്ണനെ ഒന്ന് കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം അതിനടുത്തായിട്ട് ഈ ബ്രാഹ്മണര് ഒരു യാഗം നടത്തുകയാണ്. സ്വർഗം ലഭിക്കാനുള്ള യാഗമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ യജ്ഞശാലയിൽ പോയിട്ട് പറഞ്ഞാൽ മതി, കൃഷ്ണനും ബലരാമനും വന്നിരിപ്പുണ്ട് ഇവിടെ, നന്ദഗോപരുടെ മക്കളായ കൃഷ്ണനും രാമനും വന്നിരിപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരണം എന്ന് പോയി പറയൂ. അപ്പൊ തരുന്നു പറഞ്ഞു. അപ്പൊ ഈ ഗോപന്മാരെല്ലാരും കൂടെ വേഗം ഓടിച്ചെന്ന് പറഞ്ഞു, ദാ കൃഷ്ണനും മഹാബ്രാഹ്മണരല്ലേ, നിങ്ങൾ കേൾക്കൂ, കൃഷ്ണന്റെ കൂട്ടുകാരും ഞങ്ങളെല്ലാവരും വിശന്നു ഇരിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരണം എന്ന് പറഞ്ഞു. കുറേ ദൂരം, വൃന്ദാവനത്ത് നിന്ന് ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. പക്ഷെ ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞു, തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് തരാമോ എന്ന് ചോദിക്കും. അപ്പൊ അവരാണെങ്കിലോ സ്വർഗത്തിന് വേണ്ടി ഫലം കാംക്ഷിക്കുന്നവരല്ലേ, അവര് ഭഗവാന് വേണ്ടി അല്ല കാംക്ഷിക്കുന്നത്, സ്വർഗത്തിന് വേണ്ടി കാംക്ഷിക്കുന്നതിന് പാടുപെട്ട് യാഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വലിയ ഭാവമാണ്, ഞങ്ങൾ വലിയ ജ്ഞാനികളാണെന്ന് ഭാവം ഉണ്ടെങ്കിലും അവർക്ക് അജ്ഞാനമാണ് ശരിക്കുള്ളത്. കാരണം ഭഗവാന്റെ ഒരു വാക്ക് മാനിക്കാനുള്ള ജ്ഞാനം അവർക്കില്ല. ഒരു അപേക്ഷ വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള വിവേചന ബുദ്ധിയില്ല. അപ്പൊ അവര് അർത്ഥന കേട്ടെങ്കിലും അത് കേട്ടില്ല എന്ന് ഭാവിച്ച് തിരിഞ്ഞു വന്നിരുന്നത്, ഒന്നും കൊടുക്കൂല, കേട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞു, കൃഷ്ണ ഒരു കാര്യം ഉണ്ടായില്ല, അവര് കേട്ട ഭാവം പോലും പറ്റില്ല കൃഷ്ണ, നീയിപ്പൊ എന്താ ചെയ്യാ, വിശന്നിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവിടെ തന്നെ പോവുക, അവിടെ യജ്ഞശാലയുടെ ഫ്രണ്ടില് പോകണ്ട, ബാക്കിലാണ് അടുക്കള. അവിടെ എല്ലാ സ്ഥലത്തിലുള്ള യാഗത്തിൽ ഒരുപാട് തരം മിഷ്ടാന സദ്യയാണ് അവിടെ ഉണ്ടാക്കണത്. അവിടെ ചെന്നിട്ട് അവിടെ ബ്രാഹ്മണ പത്നികളുണ്ട്, സ്ത്രീകളാണ്, അമ്മമാരാണ്, അവരോട് പോയി പറയൂ, ഇങ്ങനെ കുഞ്ഞുങ്ങള് വിശന്നിരിക്കണു, കുറച്ച് ഭക്ഷണം തരൂ, കൃഷ്ണൻ ചോദിക്കണു എന്ന് പറഞ്ഞു. വേഗം ഗോപന്മാർ ഓടിച്ചെന്നപ്പം ബാക്കില് ഈ ബ്രാഹ്മണര് കാണാതെ ബാക്കിൽ കൂടെ പോയി അവിടെ ബ്രാഹ്മണ സ്ത്രീകളൊക്കെ അങ്ങനെ നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങി നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ഉടുത്ത് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കും. എല്ലാം ഇനിയിപ്പൊ പൂജ തുടങ്ങുമ്പോ അതൊക്കെ എടുക്കണം, പ്രാർത്ഥിക്കണം, വിളമ്പണം ഒക്കെ വേണമല്ലോ, അവര് കാത്തിരിക്കുകയാണ്. അപ്പൊ ഇവരെന്ന് പറഞ്ഞു, അമ്മ വൃന്ദാവനത്തിലെ കൃഷ്ണനും ബലരാമനും കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ, കുറേ ദൂരമായി പോയി, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അമ്മമാരത്ത് പറഞ്ഞാൽ ഭക്ഷണം കിട്ടും, ചോദിക്കൂ, തരുമോ എന്ന് ചോദിക്കും. പറഞ്ഞു തരേ, ഞങ്ങൾ തന്നെ കൊണ്ടു തന്ന് വിളമ്പി തരാന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ കേട്ടത് ഇവര് എന്താ പറയാ, പിന്നെ മേഘം കണ്ട മയിൽ പോലെ എല്ലാവരും ഉണ്ടാക്കി വെച്ച സകല ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളിൽ അടുക്കി വെച്ചിരിക്കല്ലേ, ആ പാത്രങ്ങളോടുകൂടി എടുത്തോണ്ട് ഓടടാ ഓട്ടം. ഭർത്താക്കന്മാര് നിർത്താൻ പറയണു, മക്കള് ആൺകുട്ടികള് നിർത്താൻ പറയണു, ആര് കേൾക്കാൻ. ഇവര് കൃഷ്ണൻ എന്നുള്ളൊരു വാക്ക് കേട്ടപ്പോഴത്തേക്കും ഓടടാ ഓട്ടം, എല്ലാവരും ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോ എന്താണ്, അവരെ കൃഷ്ണന്റെ രൂപം അവര് കണ്ടപ്പോഴത്തേക്കും അവർക്ക് മനസ്സ് നിറഞ്ഞിട്ട് അതിസുന്ദരമായ എന്താ കായാമ്പു വർണ്ണത്തില് മഞ്ഞപ്പട്ടുടുത്ത് ഒരു നീല രത്നം പോലെ തിളങ്ങുന്ന, അതായത് ഒരു
തമാശക്കൊരു ഒരു കോലെടുത്ത് അരയെ കുത്തി, ഒരു ഓടക്കോലെടുത്ത് ചുണ്ടിച്ചേർത്ത് ഒരു കൂട്ടുകാരന്റെ കഴുത്തിൽ കൈയിട്ട് കളി തമാശയോടെ നിൽക്കുന്ന ആ കിശോര രൂപം അത് കണ്ടപ്പോ അവരുടെ മനസ്സ് വല്ലാതെ അങ്ങ് ആകൃഷ്ടമാവും. അവര് വിചാരിച്ചതിനേക്കാളൊക്കെ എത്രയോ അധികം സൗന്ദര്യമാണ് ഈ കൃഷ്ണനുള്ളത്. അയ്യോ, അവർക്ക് മതിയാവുന്നില്ല. കണ്ടിട്ടും നോക്കിയിട്ടും മതിയാവുന്നില്ല. പുറകിൽ നിന്നാണ് ആദ്യം കാണുന്നത്, പുറകുവശം. മുൻവശത്ത് എത്തിയപ്പോഴത്തേക്ക് അവര് സ്തബ്ധരായിപ്പോയി. ഇത്ര സൗന്ദര്യം മുഴുവൻ ആറ്റി കുറുക്കി ഈ ഒരു കൃഷ്ണനിലാണോ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരങ്ങനെ മുഗ്ധരായിട്ട് ആ ഭക്ഷണം മുഴുവൻ വിളമ്പി അവരെ ഭയങ്കരമായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും സന്തോഷപൂർവ്വം ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യവതികളാണ്, നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് ഭക്തിയാണ്, നിഷ്കാമമായ ഭക്തിയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് പ്രാണൻ, ബുദ്ധി, മനസ്സ്, ദേഹം, ഭാര്യ, സന്താനം, സമ്പത്ത് എല്ലാം ആരുടെ സങ്കല്പം കൊണ്ടാണോ പ്രിയമായി തീരുന്നത്. ഭഗവാന്റെ സങ്കല്പം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ സ്വീറ്റ് ആയിട്ട് തോന്നുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ എല്ലാ ബന്ധങ്ങളും മധുരമായിട്ട് തോന്നുന്നത് ഭഗവത് കൃപയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അവരോടൊക്കെ ഇഷ്ടം തോന്നാതിരിക്കാം. മനസ്സിലായില്ലേ? എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. ഭഗവത് കൃപ ഇല്ലാത്തവർക്കാണ് സ്വന്തം വീട്ടുകാരോടൊന്നും ഇഷ്ടമില്ലാതെ എത്രയോ പേരുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ എന്റെ സങ്കല്പം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പ്രിയാസ്പദമായിട്ട് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഭഗവാനോട് തോന്നിയത് കൊണ്ട് നിങ്ങൾ പരമഭാഗ്യവതികളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേക്കാണ് ഇവര് പറഞ്ഞു, ഞങ്ങൾക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരും സഹോദരന്മാരും മക്കളും ഒന്നും ഞങ്ങളെന്നെ സ്വീകരിക്കില്ല കൃഷ്ണ. ഞങ്ങൾ നിന്റെ അടുത്തേക്ക് ഓടി വന്നില്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങളെ പോകാൻ പറയില്ലേ, ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ അതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. എന്റെ അടുത്ത് വന്ന നിങ്ങളെ മാതാപിതാക്കന്മാരോ ഭർത്താക്കന്മാരോ പുത്രന്മാരോ സഹോദരന്മാരോ ആരും തന്നെ തിരസ്കരിക്കില്ല. ദേവന്മാർ കൂടി നിങ്ങളെ അനുമോദിക്കും. അതുകൊണ്ട് സംസാരത്തിൽ ദേഹസമ്പർക്കം നിരന്തരമായ അനുരാഗത്തിനോ സന്തോഷത്തിനോ കാരണമാകുന്നില്ല. കാരണം ദേഹത്തിനോടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നതെങ്കിൽ അത് അധികകാലം നിലനിൽക്കില്ല. ദേഹത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ ആ സ്നേഹം അങ്ങനെ പോകും. ആത്മാവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ചിരകാലം, നമ്മൾ മരിച്ചാൽ പോലും ആ സ്നേഹം അവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, നിങ്ങൾ എന്തിനെയാണ് സ്നേഹിച്ചത്? നിഷ്കാമത്തോടുകൂടി നിരന്തരമായ നിഷ്കളങ്കമായ പ്രേമം, പരമാത്മാവിനോടുള്ള പ്രേമമാണ് നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് നിങ്ങളെ തിരസ്കരിക്കാൻ ആരും പറ്റില്ല. മാത്രമല്ല നിങ്ങളെ അഭിനന്ദിക്കും. ദേവന്മാർ പോലും നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ മനസ്സ് സദാ ഇതുപോലെ തന്നെ എന്നിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവര് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി. അവര് മടങ്ങിപ്പോയി. അവിടെ ചെന്നപ്പം അവരുടെ ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും ആർക്കും സഹോദരന്മാർക്കും പലതരത്തിലുള്ള പല ഏജിലുള്ളവരാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭർത്താക്കന്മാര് സഹോദരന്മാര് അച്ഛൻ എന്നൊക്കെ പറഞ്ഞത്. ആർക്കും അവരോട് നീരസം തോന്നിയില്ല എന്ന് മാത്രമല്ല അവർക്ക് ലജ്ജ തോന്നുകയാണ്. ആ കുഞ്ഞുങ്ങൾ വന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് കൊടുക്കാൻ തോന്നിയില്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് എത്ര നീചമാണ്, എത്ര താഴ്ന്ന മനസ്സാണ്, എത്ര ശുഷ്കമായ മനസ്സാണ് നമ്മുടെ, അല്ലെ? നാരോ മൈൻഡഡ്. ഇവരെത്ര വിശാല ഹൃദയരാണ്, എത്ര വിപ്രപത്നികൾ, എത്ര വിശാല ഹൃദയരായതുകൊണ്ട് അവര് കൊണ്ടുകൊടുത്ത ഭക്ഷണം കൃഷ്ണനും കൂട്ടുകാരും നല്ല സന്തോഷമായിട്ട് കഴിച്ചു. നമുക്കതിനുള്ള ഭാഗ്യമുണ്ടായില്ല, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്നറിയാമോ, അവർക്ക് കൂടുതലും ഒന്നാമത് അവർക്ക് ഭൗതിക മോഹം, രണ്ടാമത് അവർക്ക് കംസനെ പേടിയാണ്. കംസൻ അറിഞ്ഞ അവരെ വെച്ചേക്കില്ല. നിങ്ങൾ കൃഷ്ണനെ അനുമോദിച്ചോ, കൃഷ്ണന് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കംസനെ പേടിയുമുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഭഗവാന്റെ കാര്യം വരുമ്പോ ആരെയും പേടിയൊന്നുമില്ല. അവര് ഭഗവാൻ അപ്പനാക്കി എടുക്കും, അല്ലേ? അപ്പൊ അങ്ങനെ കൃഷ്ണനെ അനാദരിച്ച് ഞങ്ങൾ അപരാധം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവര് ഭാര്യമാരെ വിപ്രപത്നികളെ എല്ലാവരും അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വിപ്രപത്നിമാരുടെ അനുഗ്രഹം എന്നുള്ള ആ ഒരു ഭഗവത് ലീല, അതിനുവേണ്ടിയാണ് ഇത്രയും ദൂരം. കാരണം അനേക വർഷങ്ങളായിട്ട് കൃഷ്ണന് ഇപ്പൊ 8-10 വയസ്സായിട്ടുണ്ട്. അപ്പൊ അത്രയും കൃഷ്ണൻ ജനിച്ച നാള് തൊട്ട്
ഈ വിപ്രഭഗ്നിമാരെ കൃഷ്ണന്റെ ഒരു ദർശനത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ദിനം പ്രതി കൃഷ്ണ 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 എന്ന് ഉരുവിട്ടുകൊണ്ട് പൂജ ചെയ്യുന്നവരായിരുന്നു. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ആ ഒരു അവർക്ക് ദർശനം കൊടുക്കുവാനും അവരെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുവാനും അവരെ അനുഗ്രഹിക്കാനുമായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു നാടകം. എന്താണ്? പശുക്കളൊക്കെ നടന്നുപോയി, വെയിലത്തായി പോയി, വിശന്നു പോയി, വൃന്ദാവനത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായി പോയി. ഭഗവാൻ വിചാരിച്ചാലാണോ ഭക്ഷണത്തിന് ക്ഷാമം? പക്ഷെ അല്ല, ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ തന്നെ അത്രയും ദൂരം നടന്നു വന്ന്, വെയിലത്ത് നടന്നു വന്ന് ആ വിപ്രഭക്തന്മാരെ അനുഗ്രഹിക്കാനുള്ള അനുകമ്പ. അതെന്തുകൊണ്ടാണ്? അനന്യഭക്തി. അവർക്ക് കൃഷ്ണനെന്നല്ലാതെ വേറെ ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒന്നും വേണ്ട, അവർക്ക് കൃഷ്ണനെ മാത്രം ഒന്ന് കണ്ടാ മതി. അതാണ് അങ്ങനെ കൃഷ്ണനെ അങ്ങനെയാണ് അവര് ആ വിപ്രഭഗ്നിമാർക്ക് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നത്. തദ്വാര അവരുടെ ഭർത്താക്കന്മാർക്കും സഹോദരന്മാർക്കും മക്കൾക്കും ഒക്കെ തന്നെ ആ വിപ്രഭഗ്നികൾ മൂലം അവര് വഴി അവരുടെ ഭഗവാന്റെ അനുഗ്രഹം അവർക്കും കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഗോകുലത്തിൽ വസിക്കുന്ന സമയത്താണ് അടുത്ത് നമുക്ക് വരാൻ പോണത് ഗോവർദ്ധന പർവ്വതത്തിന്റെ കഥയാണ്. ഗോവർദ്ധന ധാരി മുരാരി. അതിന് ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ നിമിതാമ്മയ്ക്ക് നാളെ വലിയ 2 ഫംഗ്ഷനാണ് കാഞ്ഞങ്ങാട് സമിതി ചെയ്യാൻ പോണത്. ഒന്നാമത് ഇന്നത്തെ സ്ത്രീ ഡേ, വനിതാ ദിനം നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് നാളെ അവര് ഗ്രാമസേവയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് നാളെ. രണ്ടാമത് ഇവരെല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയിലും ഹോസ്പിറ്റലിൽ പോയി 400 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന്. ഓരോ വീട്ടിലും അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കലും ഒക്കെ ഉണ്ട്. അപ്പൊ രാവിലെ നിമിതയും അമ്മയും കൂടെ തൃക്കരിപ്പൂര് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അതൊന്നും തയ്യാറാക്കാൻ പറ്റിയില്ല. അപ്പൊ അവൾ എന്നോട് ഒരു റിക്വസ്റ്റ് വെച്ചായിരുന്നു, അമ്മ ഇന്ന് ക്ലാസ്സിൽ നേരത്തെ നിർത്തിയാല് ഞങ്ങൾക്കൊന്ന് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന്. അതുകൊണ്ട് നമ്മള് ഗോവർദ്ധനഗിരിയുടെ കഥ ഇപ്പൊ തുടങ്ങുന്നില്ല, നാളെ അടുത്ത ആഴ്ച നമുക്കത് എടുക്കാം. കാരണം ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നിർത്താൻ തോന്നൂല. അതെന്ത് ഭയങ്കര മനോഹരമായ ഒരു കഥയാണ് ഗോവർദ്ധന ഉയർത്തുന്ന കഥ. അതുകൊണ്ട് നമുക്കത് അടുത്ത ആഴ്ച എടുക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.